വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ മുനിസിപ്പൽ ലൈബ്രറികളായ സെൻട്രൽ, ടാഗോർ ലൈബ്രറികളിൽ വായനാ ദിനാചരണം നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും മൂവാറ്റുപുഴ ടെക്നിക്കൽ സ്കൂളിന്റെയും സഹകരണത്തോടെ ടാഗോർ ലൈബ്രറിയിൽ നടന്ന ദിനാചരണം മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന് തുടക്കമായതോടെ നാടും നഗരവും വായനയുടെ ലഹരിയിലായി. മൂവാറ്റുപുഴ മുനിസിപ്പൽ ലൈബ്രറികളായ സെൻട്രൽ, ടാഗോർ ലൈബ്രറികളിലും വായനാ ദിനാചരണം നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും മൂവാറ്റുപുഴ ടെക്നിക്കൽ സ്കൂളിന്റെയും സഹകരണത്തോടെ ടാഗോർ ലൈബ്രറിയിൽ നടന്ന ദിനാചരണം നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ എന്ന് പറയുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായിരുന്ന അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് നമ്മൾ ഈ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ റീഡിംഗ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിനം ആചരിക്കപ്പെടുകയാണ്. നമ്മൾ വായനയുടെ പ്രസക്തിയൊക്കെ ഇവിടെ അധ്യക്ഷയും അതുപോലെ സ്വാഗത പ്രാസംഗികയും ഒക്കെ പറഞ്ഞു കഴിച്ചു. വായിച്ചാലേ വളരുകയുള്ളൂ. ഏത് മഹാന്റെ ചരിത്രം എടുത്താലും അവർ നല്ല വായനാശീലമുള്ളവരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. കുട്ടികളുടെ കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. നിങ്ങൾ അനുഗ്രഹീതരായ വിദ്യാർത്ഥികളാണ്. കാരണം തൊട്ട് താഴെ എല്ലാത്തരം പുസ്തകങ്ങളും ആധികാരിക പ്രസിദ്ധീകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഒരു ഔപചാരിക നിലവിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൗൺസിലർ ദീപ്തി ദീപിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴയുടെ കഥാകാരൻ മോഹൻദാസ് സൂര്യനാരായണൻ വായനാ സന്ദേശം നൽകി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CK ഉണ്ണി, നഗരസഭാ കൗൺസിലർ മനോജ് G, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ജയകുമാർ ചെങ്ങമനാട്, അജേഷ് തമ്പി, അലീന ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ലൈബ്രറിയുടെ ഉപഹാരം മൂവാറ്റുപുഴയുടെ കഥാകാരൻ മോഹൻദാസിന് വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.